ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചതിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും എൻ്റെ ഇരിക്കുന്ന ഫോൺ ഏതാണെന്ന്. സോ വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതൊരു 5G ഫോണാണ്. പിന്നെ ഇത് മേടിച്ചപ്പോൾ 27,000 രൂപയ്ക്കാണ്. ഇതിൻ്റെ ബോക്സിൻ്റെ അത് MRP കൊടുത്തിരിക്കുന്നത് 30,999 രൂപയ്ക്കാണ്. എന്നാൽ ഞാനിത് 27,000 രൂപയ്ക്ക് കിട്ടി ഓഫ്ലൈൻ മാർക്കറ്റിൽ. സോ ഇതാ ഇപ്പോൾ ഇത് വലത്തെ ഭാഗത്തിരിക്കുന്നത് ഇതാണ് എൻ്റെ ഡിവൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടു, നല്ലൊരു ഫോണുമാണ്. നല്ലൊരു എക്സ്പീരിയൻസുമാണ് ഈ ഫോണിന്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു 200 മെഗാ പിക്സൽ ക്യാമറയും പിന്നെ ഒരു വേറെ ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഫ്ലാഷുമാണ്, LED ഫ്ലാഷാണ്. ഇതിനകത്ത് ഒരു 200 മെഗാ പിക്സൽ MB കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. MIUI ഹൈപ്പർ OS ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഫോണാണ് ഇത്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ നല്ല സ്മൂത്താണ്. സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ്, അത് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര നല്ല പെർഫോമൻസ് ഉള്ള ഫോണ്. ക്യാമറ ക്വാളിറ്റി ഓക്കെയാണ്, നോർമലാണ്, നല്ല ക്വാളിറ്റിയാണ്. യാതൊരു ഡിസപ്പോയിൻമെൻറ്റും ഇല്ല. അതേപോലെ തന്നെ ഹൈപ്പർ OS ആൻഡ്രോയിഡ് 13 ആണ്. ഇപ്പോൾ 8GB റാമും 256GB മെമ്മറിയുമാണ്. കൂടാതെ തന്നെ പറയാനുള്ളത്, നല്ലൊരു ലൈറ്റ് വെയ്റ്റുമാണ് ഈ ഫോണിന്, നല്ലൊരു ലൈറ്റ് വെയ്റ്റുമാണ്. പിന്നെ വേറെ ഒന്ന് വെച്ചാൽ ഇത് ഡ്യുവൽ സ്പീക്കറുമാണ്. ഈ പ്രൈസ് റേഞ്ച് നല്ലൊരു ക്വാളിറ്റിയാണ്. ഡ്യുവൽ സ്പീക്കറാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് ഭാഗത്തുമുണ്ട്, ടോപ്പിലും ബോട്ടിലും. പിന്നെ ഏറ്റവും വലിയൊരു ഗുഡ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹെഡ്ഫോൺ ജാക്കാണ്. 3.5mm ആണ് കൊടുത്തിരുന്നത്. പിന്നെ ഉള്ളത് IR ബ്ലാസ്റ്ററും ഉണ്ട്. പിന്നെ മൈക്കും ഉണ്ട്. അതേപോലെ തന്നെ ബസ്സിലുമാണ്. ഈ നിങ്ങൾ കാണാൻ പറ്റും, 4 സൈഡിലും ബസ്സിലൊക്കെ വളരെ തിന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷവോമി റെഡ്മി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ഡിസപ്പോയിൻ്റ് ആയിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതലും സാംസങ് ഫോണിനെക്കാട്ടിലും റെഡ്മി ഫോണാണ് എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടത്. കാരണം നല്ല യൂസേജാണ്. സാംസങ് ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സാംസങ്ങിൻ്റെ ഫോൺ, പഴയ ഫോണാണ്. ഇത് ഏകദേശം 5 വർഷത്തോളം യൂസ് ചെയ്തു. A51 ആണ്. ഇതിനകത്താണെങ്കിൽ 4000 mAh 15 വാട്ട് ചാർജറും പിന്നെ സൂപ്പർ AMOLED ആണെങ്കിലും, പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വളരെ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. കാരണം ഓരോ ആപ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറുതായിട്ട് സ്ലോ ആവുന്നുണ്ട്, ലാഗ് ആവുന്നുണ്ട്. പിന്നെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഭയങ്കര ചെറിയൊരു 3-4 സെക്കൻഡ് ഡിലേ ആവുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കാരണങ്ങൾ. വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. കാരണം അന്നത്തെ കാലത്ത് ഇത് 2019 മേടിച്ച ഫോണാണിത്. ഇതിപ്പോൾ 60 ഹെർട്സ് റിഫ്രഷ് ആയിട്ടാണ്. അതുപോലെ റെഡ്മി നോട്ട് 13 പ്രോയിൽ 120 ഹെർട്സ് ഉണ്ട്. പിന്നെ 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ ഇരിക്കുന്നത് 67 വാട്ടാണ്. ഇതാണ് റെഡ്മി നോട്ട് 13 പ്രോയുടെ ചാർജർ. വളരെ നല്ലൊരു പെർഫോമൻസ്. ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക്, അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് തന്നെ ഇത് 100% ആകും. പക്ഷേ അതേപോലെ തന്നെ A51 15 വാട്ടാണ്. പക്ഷേ അത്രയും ഒരു 1.5 മണിക്കൂർ എടുക്കേണ്ടി വരും. പക്ഷേ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട റെഡ്മി ഫോൺ തന്നെയാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ടൊരു ബൾക്കിയാണ്. പിന്നെ ലൈറ്റ് വെയ്റ്റ് അല്ല. ഇത് എനിക്ക് ഇൻ ഡിസ്പ്ലേ ഭയങ്കര ഫാസ്റ്റാണ്. നിങ്ങൾ കാണാം, ഭയങ്കര ഫാസ്റ്റായിട്ട്. അതേ സമയത്ത് ഇപ്പോൾ ഗാലക്സി A51 ആണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഭയങ്കര സ്ലോ ആണ്. കണ്ടോ, നിങ്ങൾ കാണിച്ചു. അത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം, അതായത് നല്ല തമ്പ് പ്രഷർ കൊടുക്കണം. അതേപോലത്തെ റെഡ്മി നോട്ട് 13 പ്രോയ്ക്കകത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഫോണാണ്, നിങ്ങൾ മേടിക്കുക. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല ഓഫറുണ്ട് ഇതിന്. 128GB മെമ്മറിക്ക് ഏകദേശം 25,000 പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വൗച്ചർ വല്ലതും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് ലഭിക്കുക, അല്ലെങ്കിൽ പിന്നെ എക്സ്ചേഞ്ച് ചെയ്താൽ ഇത് നല്ല ഓഫറുമാണ്. ഗൈസ്, ഇത് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ് പറയാനുള്ളത്. സ്മൂത്ത് നല്ല ഹൈപ്പർ OSഉം പിന്നെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി. എനിവേ, താങ്ക് യു.